കടലാസ് ചെടിയിൽ പൂക്കൾ കുറയാനുള്ള 3 തെറ്റുകളും പൂവിടാൻ ചെയ്യേണ്ട 5 കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ NPK ഫെർട്ടിലൈസർ കൂടി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കടലാസ് ചെടിക്ക് പൂവിടാൻ ഏറ്റവും ആവശ്യമുള്ള പോഷകങ്ങളാണ് ഫോസ്ഫറസും പൊട്ടാസ്യവും. കുറഞ്ഞ അളവിൽ മാത്രം മതി നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇലകൾ വേഗം തഴച്ചു വളരുകയും പൂക്കൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നൈട്രജൻ്റെ അളവ് കുറവാണെന്ന് ഉറപ്പുവരുത്തുക. 3 തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കുറഞ്ഞ സൂര്യപ്രകാശമാണ്. ഈ ചെടിക്ക് 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും സൂര്യപ്രകാശം വേണം. ചെടികൾ നന്നായി വെയിലടിച്ചാൽ മാത്രമേ അത് നന്നായി വളരുകയും നന്നായി പൂക്കൾ തരുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഷേഡിൽ ഇരിക്കുന്നവർ നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് അമിതമായ നനവാണ്. അമിതമായി ചെടികൾ നനയ്ക്കുകയാണെങ്കിൽ ഇലകൾ ധാരാളം ഉണ്ടാവുകയും പൂക്കൾ കുറയുകയും ചെയ്യും. മൂന്നാമത്തേത് അമിതമായ വളമാണ്. നൈട്രജൻ കൂടിയ വളങ്ങൾ നൽകുകയാണെങ്കിൽ ഇലകൾ ധാരാളം ഉണ്ടാവുകയും പൂക്കൾ കുറയുവാനും അത് കാരണമാകും. പഴയ ശിഖരങ്ങൾ, അതായത് പൂവിട്ട് കഴിഞ്ഞ ശിഖരങ്ങൾ വെട്ടാതിരുന്നെങ്കിൽ ഈ സമയത്ത് പൂക്കൾ കുറയാൻ കാരണമാകും. പൂവിടാൻ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നല്ല വെയിൽ ആവശ്യമാണ് ഈ കടലാസ് ചെടിക്ക്. പൂക്കൾ വന്ന് പൊഴിഞ്ഞ ഒരു ചെറിയ കമ്പാണ് ഞാൻ ഇവിടെ ഒടിച്ചു മാറ്റിയത്. ഞാനിത് ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല വെയിൽ കിട്ടും. രണ്ടാമത്തതാണ് നനവ്. മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക. കുറച്ച് ഉണങ്ങാൻ അനുവദിച്ചാൽ കൂടുതൽ പൂക്കൾ ലഭിക്കും. ഞാൻ ഈ ചെടിക്ക് ഒരു നേരം മാത്രമേ വെള്ളം കൊടുക്കുകയുള്ളൂ. നല്ല വെയിലത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഇതിന് വെള്ളം ആവശ്യമാണ്. മൂന്നാമത്തേത് വളമാണ്. നൈട്രജൻ കുറഞ്ഞതും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടിയതുമായ വളങ്ങൾ കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ മതി. നാലാമത്തേത് വെട്ടി ഒതുക്കുക എന്നതാണ്. പൂവിടാതെ നിൽക്കുന്ന ശിഖരങ്ങൾ വെട്ടി ഒതുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൂവിടാത്ത ശിഖരങ്ങൾ പൂക്കുന്നതിന് സഹായിക്കും. ഈ വെട്ടിക്കളയുന്ന ഭാഗത്ത് ഇനി ഇലകളായിരിക്കില്ല വരുന്നത്, പകരം മൊട്ടുകൾ വന്ന് പൂക്കുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തത് മണ്ണാണ്. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ആവശ്യം. ചട്ടിയിലാണെങ്കിൽ ചട്ടിയുടെ അടിയിൽ ദ്വാരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും അതിൻ്റെ ചുവട് ചീയുന്നതിന് കാരണമാകുകയും ചെയ്യും. ഇനി നമ്മൾ ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴത്തൊലി നമ്മൾ ഇവിടെ എടുക്കുന്നു. ഇത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ അരിച്ചെടുത്ത ലിക്വിഡ് നമുക്ക് 4 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ചെടിയുടെ ചുവട്ടിലും ഇലകളിലും ഒഴിച്ചു കൊടുക്കാം. ഈ പഴത്തൊലിയിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ കണ്ടന്റ് കുറവുമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കടലാസ് ചെടിയും നിറയെ പൂക്കൾ തരും. നിങ്ങളുടെ കടലാസ് ചെടികൾക്ക് ഇത് നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി.